ഹായ് ഹലോ, ഞാൻ അഖില. വെൽക്കം ബാക്ക് മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ ഒരു എംബ്രോയ്ഡറി വീഡിയോ ആണ്. ഇതിപ്പോൾ ഓൾറെഡി കസ്റ്റമർ കൊണ്ടുവന്ന കുർത്തിയാണ്. അപ്പോൾ അതിൻ്റെ ചെസ്റ്റ് പോർഷനിൽ മാത്രം നല്ല ഹെവി വർക്ക് ഉണ്ട്. അപ്പോൾ അവർക്ക് സ്ലീവ്സിലും വർക്ക് വേണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഒരു സ്ലീവിൽ ഞാൻ വർക്ക് ചെയ്തേ. ഭയങ്കര സിമ്പിൾ വർക്ക് മതി എന്നാട്ടോ പറഞ്ഞേ. അപ്പോൾ അത് കാരണം സ്ലീവ്സിൽ ഞാൻ വളരെ സിമ്പിളായിട്ട് വർക്ക് ചെയ്തു. ഇതിപ്പോൾ ആർക്ക് വേണമെങ്കിലും ഈസി ആയിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനത് ചെയ്ത വർക്ക് നെക്സ്റ്റ് സ്ലീവിൽ ചെയ്യുന്നത് നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് നേരെ എങ്ങനെയാണ് ഈ വർക്ക് ചെയ്യുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ ഞാൻ അതിനു വേണ്ടി ചൂസ് ചെയ്തേക്കുന്നത് കട്ട് ബീഡും നമ്മുടെ 2 ബീഡും ആണ്. ഇതിപ്പം സ്ലീവ്സിൽ മാത്രമല്ല ദുപ്പട്ടയിലും വർക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ദുപ്പട്ട ഇതേപോലെ സ്കാലപ്പ് വരുന്ന ഒരു ദുപ്പട്ടയാണ്. ചെറിയ സ്കാലപ്പിംഗ് ആണ് കേട്ടോ കൊടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ രണ്ടിടത്തും എങ്ങനെയാണ് ഞാൻ വർക്ക് ആഡ് ചെയ്യുന്നതെന്നൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഞാൻ ഓൾറെഡി ഒരുപാട് മാർക്കിങ്ങും കാര്യങ്ങളും ഒന്നും ചെയ്യുന്നില്ല 2 ബീഡ് സ്റ്റിച്ച് ചെയ്യുന്നതിന്. അപ്പോൾ ഇതേപോലെ കുത്തിയെടുത്തു. എന്നിട്ടൊരു ഗ്യാപ്പ് ഇട്ടിട്ട് നെക്സ്റ്റ് നമുക്ക് എവിടെയാണോ വേണ്ടത് ആ സ്ഥലത്തേക്ക് കുത്തിയെടുക്കുക. അതിനുശേഷം ഞാൻ ആദ്യം കുത്തിയ ബീഡ് ഒന്ന് ചരിച്ചാണ് ഞാൻ ചെയ്തത്. അപ്പോൾ അതേപോലെ തന്നെ അടുത്ത ബീഡും ഒന്ന് ചരിച്ച് നമ്മൾ കുത്തിയെടുക്കുക. അപ്പോൾ കുത്തിയെടുക്കുമ്പം ശ്രദ്ധിക്കുക കേട്ടോ. കാര്യം ഈ ബീഡായത് കാരണം പെട്ടെന്ന് നമുക്ക് എന്താ പറയുക, പെട്ടെന്ന് കെട്ട് വീഴാൻ ചാൻസ് ഉണ്ട്. അപ്പം എങ്ങും നൂല് കൊളുത്താതെ ഇരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. അതേപോലെ തന്നെ ഒരുപാട് എന്താ പറയുക, കട്ടിയിൽ അതായത് നീളത്തിൽ നൂലെടുക്കാതിരിക്കുക. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ വേഗം കെട്ട് വീഴും. ഞാൻ ശ്രദ്ധിച്ചാണ് ചെയ്യുന്നത്. ഞാൻ ചെയ്യുമ്പോഴും എനിക്ക് ഇടയ്ക്ക് കെട്ട് വീഴുന്നൊരു ഇത് വരാറുണ്ട്. ഇപ്പോൾ ഞാൻ ചെയ്തപ്പോൾ എനിക്കൊന്ന് ജസ്റ്റ് നൂലൊന്ന് കയറി ഇറങ്ങിപ്പോയി. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ ശ്രദ്ധിക്കാട്ടോ. അല്ലെങ്കിൽ കെട്ട് വീണ് കഴിഞ്ഞാൽ വലിയ പാടാണ് പിന്നെ അത് ശരിയാക്കാനും പിന്നെ അത് കട്ട് ചെയ്ത് പിന്നെ സെറ്റ് ചെയ്യാൻ. അപ്പം അറിയാവുന്നവർ കെട്ടൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ മാക്സിമം അത് അഴിച്ചെടുക്കാൻ പാകത്തിന് വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. ശ്രദ്ധിച്ച് അഴിച്ചെടുക്കുവാണെങ്കിൽ നമുക്ക് അഴിച്ചെടുക്കാൻ പറ്റും. അപ്പം പ്രത്യേകം ശ്രദ്ധിച്ച് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. ഈ ബീഡ് വേഗം കുരുങ്ങും. ഓപ്പോസിറ്റ് നമ്മൾ ചെയ്തേക്കുന്ന ബീഡിലൊക്കെ ആണെങ്കിലും നൂല് കുരുങ്ങും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് ചെയ്യുക. അപ്പം ഞാൻ ഇതേപോലെ ഒരു സൈഡ് ചരിച്ച് ചെയ്യുന്നുണ്ട്. ഏകദേശം നമ്മൾ കാണുമ്പം ആദ്യത്തെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഇങ്ങനെ ചരിഞ്ഞിരിക്കണം. അതായത് ഒരു നോക്കുമ്പോൾ നമുക്ക് എന്താ പറയുക, ഒരു ത്രികോണത്തിൻ്റെ ഷേപ്പ് വരുന്ന രീതിയിൽ അൺഈവനായിട്ടിങ്ങനെ നമ്മൾ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് നമ്മളെപ്പോഴും 0 സൈസ് സൂചി എടുക്കാൻ ശ്രമിക്കണം. എന്നാലാണ് കേട്ടോ ബീഡ് കയറുകയുള്ളൂ. അപ്പോൾ ഇത് ഭയങ്കര ചെറിയ ഓട്ടയാണ് കേട്ടോ ഈ 2 ബീഡിന്, ചെറിയ ബീഡായത് കാരണം. അപ്പോൾ ഇതേപോലെ നമ്മൾ ഒന്ന് ഗ്യാപ്പിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആർക്ക് വേണമെങ്കിലും സിമ്പിളായിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ കേട്ടോ. എംബ്രോയ്ഡറി അറിയാത്തവർക്കും ചെയ്യാവുന്നേ ഉള്ളൂ. ഇതുപോലെ ബീഡ്സൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ വീട്ടിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ അറിയാത്തവരുണ്ടെങ്കിൽ, പഠിക്കാൻ താല്പര്യമൊക്കെ ഉണ്ടെങ്കിലൊക്കെ ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി. എങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ ഇതാണ്. അപ്പോൾ ഇതേപോലെ നമ്മൾ അൺഈവനായിട്ട് ഇങ്ങനെ ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് ഇങ്ങനെ ബീഡ്സ് ഇങ്ങനെ കുറച്ച് ഞാൻ സ്റ്റിച്ച് ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചോളൂ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. അപ്പോൾ ഞാൻ ചെയ്യുന്ന രീതിയിൽ നിങ്ങളൊന്ന് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ഇതേപോലെ ഒരു 8-10 ബീഡ്സിൽ കൂടുതൽ ഞാനിപ്പോൾ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു കൈയുടെ ഫുള്ള് ഇങ്ങനെ ചെയ്ത് കാണിക്കുമ്പോൾ ഒത്തിരി സമയം എടുക്കില്ല. അത് കാരണം ഞാൻ കുറച്ച് സ്പീഡ് ഇട്ടും കൂടിയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾ ചെയ്തെടുക്കുക. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ. അപ്പോൾ ഈ ഒരു രീതിയിലാണിത് ചെയ്യുന്നത്. കണ്ടോ, ഇതിൻ്റെ ഷേപ്പ് വന്നേക്കുന്നത് ചരിച്ചാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം എന്നാലാണ് ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. നേരെ ചെയ്യുമ്പം നമ്മൾ ഇതിൻ്റെ ഇടയിൽ നമുക്ക് ഈ ഒരു ബീഡ് മാത്രമല്ല കട്ട് ബീഡ് വരുന്നുണ്ട് ചെറിയ ഈ ഗ്യാപ്പിനിടയിൽ. അപ്പം വരുമ്പം കുറച്ചുകൂടി ഭംഗിയായിട്ട് ഇരിക്കണമെങ്കിൽ കുറച്ച് നന്നായിട്ട്, അതായത് ഇങ്ങനെ ചരിച്ച് ചെയ്യുമ്പോഴാണ് ഭംഗി. അപ്പം ഞാൻ ഇതേപോലെ ഫുള്ളിങ്ങനെ സ്ലീവ്സിൻ്റെ ഫുള്ളും ഇതേപോലെ ഈ ഒരു 2 ബീഡ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ബീഡ് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ കട്ട് ബീഡ് ഈ ഗ്യാപ്പിനിടയിലാണ് കേട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കൈ കൊണ്ട് തൊട്ട് കാണിച്ച്. അപ്പോൾ ഞാൻ അതിനു വേണ്ടി ചെറിയൊരു എന്താ പറയുക, പേന വെച്ചിട്ട് ഇങ്ങനെ ചെറുതായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കാണാമല്ലോ അല്ലേ, ചെറിയൊരു ബ്ലൂ ഷെയ്ഡിൽ അതേപോലെ ഞാൻ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഓരോ 2 ബീഡ്, ഇപ്പോൾ നമ്മൾ 2 ബീഡ് സ്റ്റിച്ച് ചെയ്ത പോലെ ആ ഗ്യാപ്പിൽ ഒന്ന് ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ.
ഈ കട്ട് ബീഡ് ചെയ്യുമ്പോൾ എപ്പോഴും 0 സൈസ് സൂചിയെ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഞാൻ ചെയ്തേക്കുന്ന ഏറ്റവും ചെറിയ കട്ട് ബീഡാട്ടോ ഞാൻ എടുത്തേക്കുന്നത്. നമ്മുടെ ഷുഗർ ബീഡ് ചെയ്യുന്നതിനെ പോലെ തന്നെ ചെറിയ ബീഡാട്ടോ ഇത്. നമ്മുടെ നോർമൽ ഇച്ചിരി വലുതായിട്ടുള്ള ടൈപ്പ് കട്ട് ബീഡ് വരുന്നുണ്ട്, അതല്ല വളരെ ചെറിയ കട്ട് ബീഡാണ്. അപ്പോൾ 0 സൈസ് സൂചി എടുക്കുക. അപ്പോൾ 0 സൈസ് സൂചി എടുക്കുമ്പോൾ പ്രത്യേകം ഇങ്ങനെ തുരുമ്പിച്ചതോ ചെറിയ കറുത്ത പാടുള്ളതൊന്നും എടുക്കാതിരിക്കുക, കാരണം വേഗം ഒടിഞ്ഞു ഈ സൂചി. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം ഈ സൂചി ഉപയോഗിക്കുമ്പം ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഞാൻ ഈ ചെയ്തേക്കുന്നുണ്ട് ഇതേപോലെ ഈ ഒരു ഗ്യാപ്പിൽ നമ്മളിങ്ങനെ അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്ത് സ്ലീവ് ഫുള്ളാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു 3-4 ഞാൻ ചെയ്ത് കാണിക്കുന്നുള്ളൂ. ബാക്കി അതേപോലെ നമ്മൾ കണ്ടിന്യൂ ചെയ്ത് മാർക്ക് ചെയ്ത സ്ഥലത്ത് കൂടെയൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് ഭയങ്കര സിമ്പിളാണ്, ഇത് ആർക്ക് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഓരോ ലെയറാണ് ചെയ്യുന്നുള്ളൂ. സ്റ്റിച്ച് ചെയ്യുന്ന കാര്യം അടിയിൽ ലൈനിങ്ങിന് അടിയിലേക്ക് ഞാൻ സൂചി കൊണ്ടു ചെല്ലാതെ ചെയ്യുന്നതുകൊണ്ട് ഓരോ ലെയറാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു 2 ലെയർ ലോക്ക് ഇട്ട് വേണമെങ്കിൽ ചെയ്യാം. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ. ഇതിപ്പം പെട്ടെന്ന് പൊട്ടിപ്പോവില്ല എന്നുള്ളൊരു ഇതുള്ളതുകൊണ്ടാണ് ഞാൻ ആ ഒരു ലൈനിങ്ങിൽ ഉൾക്കൊള്ളിക്കാതെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ കണ്ടിന്യൂ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് കണ്ടിന്യൂ ചെയ്തെടുത്തതിൻ്റെ ബാക്കി ഫുള്ളായിട്ടുള്ളത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ ഓൾറെഡി ഒരു സ്ലീവ് ചെയ്തത് കാണിച്ചായിരുന്നല്ലോ ഞാൻ. അപ്പോൾ ഇതുപോലെ ഒന്ന് കണ്ടിന്യൂ ചെയ്തെടുക്കുക കേട്ടോ. കാര്യം ഈ ഒരു ബീഡായത് കാരണം ഇച്ചിരി ടഫാണ്. നമ്മൾ അത് ഓൾറെഡി സ്റ്റിച്ച് ചെയ്തതായത് കാരണം കുറച്ച് പാടാണ് നമുക്ക് ചെയ്തെടുക്കാൻ. ഫ്രെയിമിലിട്ട് ചെയ്യുന്ന അത്ര ഈസി അല്ല സ്റ്റിച്ച് ചെയ്ത ഡ്രസ്സിൽ ചെയ്യാൻ. അപ്പോൾ അത് ഇച്ചിരി പാടാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ചുകൂടി ശ്രദ്ധിച്ച് ചുളുങ്ങാതെയൊക്കെ വേണം ചെയ്തെടുക്കാൻ. അപ്പോൾ ഞാൻ ഇതേപോലെ ഫുള്ള് സ്ലീവ്സിൻ്റെ ഫുള്ള് കട്ട് ബീഡും 2 ബീഡും സ്റ്റിച്ച് ചെയ്ത് വർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2 കൈയും ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നല്ല രസമല്ലേ കാണാൻ, ഭയങ്കര സിമ്പിളായിട്ടുള്ള വർക്ക്. ഇതുപോലെ ചെറിയ ലൈറ്റായിട്ട് ഭയങ്കര ഹെവി ഇഷ്ടമില്ലാത്തവർക്കൊക്കെ ഇതേപോലെ സിമ്പിളായിട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നെക്ക് ലൈനിലാണെങ്കിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി അടുത്തത് ദുപ്പട്ടയിലാണ് ചെയ്യാനുള്ളത്. അപ്പോൾ ദുപ്പട്ടയിലാണെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് ജസ്റ്റ് ഒരു ഡോട്ടിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ കാര്യം ചോക്ക് ഏകദേശം കുറച്ച് വൈറ്റോ അല്ലെങ്കിൽ യെല്ലോയോ അങ്ങനെയുള്ള ചോക്കുകളാണെങ്കിൽ ഇങ്ങനത്തെ കളറിൽ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് മാഞ്ഞു പോവില്ല, പെട്ടെന്ന് അറിയാൻ പറ്റും. അപ്പോൾ ഞാൻ ഇതേപോലെ ഡോട്ടുകൾ ഇട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ അതായത് ആ സ്കാലപ്പിൻ്റെ ഗ്യാപ്പിൽ ആ ഒരു ഇതനുസരിച്ചാണ് ഈ ഒരു മാർക്ക് ചെയ്തേക്കുന്നത്. എന്നിട്ട് ആ ഗ്യാപ്പിന് മേളിലായിട്ടും മാർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു രീതിയിൽ ഇപ്പോൾ ഇതിൽ ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആദ്യം 2 ബീഡാണ്. അതായത് നമ്മൾ ആദ്യം ചെയ്തില്ല, സ്ലീവ്സിൽ ആദ്യം ചെയ്ത ആ വലിയ ബീഡില്ലേ നീളമുള്ള ബീഡ്, ആ ബീഡാണ് ഇതിലാദ്യം ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ബീഡ്സ് ഈ ഒരു ഇതിൽ സ്റ്റിച്ച് ചെയ്ത് കാണിക്കാം. അപ്പോൾ ഇതിപ്പം ലൈനിങ്ങും ഒന്നുമില്ല, ദുപ്പട്ടയാണ്. അപ്പം പ്രത്യേകം നമുക്കിത് ഫ്രെയിമിൽ ഇപ്പോൾ ലെങ്ത് ആയത് കാരണം ഞാൻ ഫ്രെയിമിലൊന്നും ഇടുന്നില്ല. അപ്പോൾ ഫ്രെയിമിലിട്ട് ചെയ്യണം എന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ കസ്റ്റമർക്ക് അർജൻറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ വേഗം സ്പീഡിൽ ചെയ്യണതാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒരു ഗ്യാപ്പിൽ ഞാൻ ഇട്ട ഓരോ മാർക്കിലും ഞാനിങ്ങനെ ഓരോ 2 ബീഡ്സ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ക്യാമറ കുറച്ച് നീങ്ങിപ്പോയിട്ട് അത് കാരണമായിട്ട് ആദ്യം ചെയ്യുന്നത് കാണാത്ത കാര്യം. ഈ തുണി നമ്മൾ വിചാരിക്കണ പോലെ നമ്മൾ ഉദ്ദേശിക്കുന്നിടത്ത് നിൽക്കത്തില്ല. നമ്മുടെ ഷിഫോണാണ് കേട്ടോ മെറ്റീരിയൽ. അപ്പോൾ അത് കാരണം നമ്മൾ ഉദ്ദേശിക്കുന്നിടത്ത് നിൽക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തെയ്യൊന്ന് കയറ്റി വെച്ചു കേട്ടോ. ഞാൻ ജസ്റ്റ് ക്യാമറ നോക്കി കഴിഞ്ഞപ്പം അത് കുറച്ച് ബാക്കിലോട്ട് ഇരിക്കണം, അത് കാരണം ഒന്നും കൂടി ഒന്ന് കയറ്റി വെച്ചു. ഇതേപോലെ നമ്മൾ ആ കയ്യിൽ സ്ലീവിൽ ചെയ്തില്ല അതേപോലെ തന്നെ ചെയ്തെടുത്താൽ മതി, ഭയങ്കര ഈസിയാണ്. അപ്പം ലോക്കിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ലോക്കിട്ട് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. ഈ ഒരു രീതിയിലൊന്ന് കണ്ടിന്യൂ ചെയ്ത് പോവുക കേട്ടോ. അപ്പോൾ ഡബിൾ ലെയർ നൂലിടുവാണെങ്കിൽ പെട്ടെന്ന് പൊട്ടിപ്പോവില്ല. സിംഗിൾ ലെയർ നൂലിടുവാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലോക്കിട്ട്, അതായത് 2 സ്റ്റിച്ച് നമ്മുടെ ബാക്ക് സ്റ്റിച്ച് 2 എണ്ണം ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അവിടെ ഇരുന്നോളും. ഡബിൾ ഇടുവാണെന്നുണ്ടെങ്കിൽ സിംഗിൾ ചെയ്താലും മതി. പിന്നെ പ്രത്യേകം ഡ്രസ്സ് ഇടുമ്പോൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി കേട്ടോ. കാര്യം ഇങ്ങനത്തെ തുണി ആയത് കാരണം സ്റ്റിച്ച് ചെയ്യുമ്പോൾ ചിലപ്പോൾ ചുളുങ്ങിയൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് കാരണം എന്തെങ്കിലും കട്ടിയുള്ള സാധനം ഓപ്പോസിറ്റ് സൈഡിലോ എന്തെങ്കിലും വെക്കുകയാണെങ്കിൽ നമുക്ക് വലിച്ചു പിടിച്ച് ചെയ്യാൻ കുറച്ച് എളുപ്പമായിരിക്കും. അപ്പോൾ ഞാൻ എൻ്റെ കത്രിക വെച്ചിട്ടുണ്ട് കേട്ടോ ആ സൈഡിൽ. അപ്പോൾ അത് കാരണം എനിക്ക് കുറച്ച് കുഴപ്പമില്ലാണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നിങ്ങളും അതേപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. എന്തെങ്കിലും വെയിറ്റ് ഉള്ള സാധനം ഓപ്പോസിറ്റ് സൈഡിൽ, അതായത് തുണിയിൽ നമ്മൾ
സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലോട്ട് വെച്ചിട്ട് ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് വലിച്ചു പിടിക്കുമ്പോൾ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഇങ്ങനെ ചുളുങ്ങിപ്പോവും. ഇപ്പോൾ ചുളുങ്ങിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഇടുമ്പോഴൊക്കെ ഒരു ചുളുക്കായിരിക്കും ആ ഒരു ബോർഡർ പോലെ കിടക്കുന്ന പോർഷനിൽ. അപ്പോൾ ഞാൻ അതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനിടയിൽ കട്ട് ബീഡും ഞാൻ ഇതേപോലെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി ഞാൻ ചെയ്യുന്ന വീഡിയോ കാണിച്ചല്ലോ, അത് കാരണം ലെങ്ത് കൂടുന്ന കാരണം ഞാൻ ഷോർട്ടാക്കിയാണ് കേട്ടോ കാണിച്ചത്. അപ്പോൾ ഇതേപോലെ ഞാൻ കട്ട് ബീഡും 2 ബീഡും ദുപ്പട്ടയിൽ ആ ഒരു എഡ്ജിൽ ഒരു സൈഡിൽ മാത്രമാണ് കേട്ടോ വർക്ക് ചെയ്തേക്കുന്നത്. കണ്ടോ, ഞാനിത് ഇട്ട് കാണിക്കാം. ഇതേപോലെ ഒരു സൈഡിൽ മാത്രമാണ് ഞാൻ ദുപ്പട്ടയിൽ വർക്ക് ചെയ്തിട്ടുള്ളൂ. ഓപ്പോസിറ്റ് സൈഡിലോ അല്ലെങ്കിൽ താഴത്തെ 2 സൈഡിലോ ഒന്നും വർക്കില്ല കേട്ടോ, പ്ലെയിൻ ആണ്. അപ്പോൾ കസ്റ്റമർക്ക് എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാട്ടോ ഞാൻ അങ്ങനെ ചെയ്തേ. അപ്പോൾ നമ്മുടെ വർക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ്. അപ്പോൾ ചെസ്റ്റ് പോർഷൻ ഓൾറെഡി നല്ല ഹെവി ആയതുകൊണ്ട് ലൈറ്റായിട്ടാണ് സ്ലീവ്സിലും ദുപ്പട്ടയിലും വർക്ക് ചെയ്തത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.